അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. സംഭവം 31 തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്യാനുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാനിപ്പം വേറൊരു ഓഫീസിലാണ്. ഇതാണ് എൻ്റെ ശരിക്കും ഉള്ള ഓഫീസ്. ശരിക്കും മുതലാളി ഞാനാ. എൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഞാൻ അറിയാതെ മമ്മി മേടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് മമ്മീനെ വിളിച്ചപ്പം മമ്മി പറഞ്ഞു, ധൈര്യമായിട്ട് എഴുതിക്കോ, നിൻ്റെ പേരിൽ ഒന്നുമില്ല. ശേഷം അടുത്തുള്ള മെട്രോയിൽ കയറി ഞാൻ ദില്ലി ഹാത്തിലേക്ക് ചെന്നു. ഇവിടെ ഒരുപാട് മലയാളി കടകളുണ്ട്. അങ്ങനെ ഉള്ളതിൽ മെനുള്ളൊരു ഹോട്ടലിൽ കയറി ഞാൻ ഒരു 2 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു. ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ചില്ലിൻ കൂട്ടിയിരിക്കുന്ന പരിപ്പുവടയെ കണ്ടു. മറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുന്നേ ഞാനതങ്ങ് ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു. ഇതൊക്കെ ഒന്ന് ദഹിക്കാനായിട്ട് നടക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ദേണ്ട എന്നെ മാടി വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക അതില്ല, മേടിച്ചോണ്ട് വരിക. നല്ല ചൂട് ഉഴുന്നുവട, ഒരു ഉഴുന്നുവടയും ചേട്ടാ ലേശം ചമ്മന്തി എന്നും പറഞ്ഞ് ഞാൻ അതും മേടിച്ച് കഴിച്ചു. സ്റ്റേഷനിലെയും ട്രെയിനിലെയും കാഴ്ചകളൊക്കെ കണ്ടു മുഴുകി അവസാനം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങാതെ അടുത്തുള്ള സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. പെട്ടെന്ന് തന്നെ അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ ചെന്ന് ട്രെയിൻ കയറി ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങി. രാവിലെ നല്ല തണുപ്പാണെങ്കിലും ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ജ്യൂസ് കടയിൽ കയറി കോൾഡ് കോഫി കുടിക്കാമെന്ന് കരുതി. അവസാനം വീട്ടിലെത്തി. കുടിച്ചത് കോൾഡ് കോഫി ആണെങ്കിലും നല്ല ഉറക്കം തോന്നി. ഒന്നും നോക്കിയില്ല, നേരെ ബെഡിലേക്ക് കിടന്നു. സക്സസ്ഫുള്ളി 3 മണിക്കൂർ ഉറങ്ങി. എൻ്റെ ഒരു പാൻറ് ലോണ്ടറി കൊടുക്കാനായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി. ഒന്ന് ഇറങ്ങി നടന്നപ്പോഴേക്കും വിശന്നു വീണ്ടും. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ നിന്നും 3 ബോയിൽഡ് എഗ് മേടിച്ച് കഴിച്ചു. എൻ്റെ വേഷം കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞൂടാ, കടയിലെ ചേട്ടൻ ചോദിച്ചു, മോൻ ഏത് ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്? ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. കിട്ടിയ അപമാനം പോരാഞ്ഞിട്ട് അവിടുന്ന് ഒരു കുപ്പി വെള്ളവും മേടിച്ച് ഞാൻ മടങ്ങി. 10:30 വരെ കുറച്ച് സീരീസ് കണ്ടു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്.